ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? മാനവജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും. മാനവജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും. വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം. വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാന്മാരെ കർത്താവിനെ സ്തുതിക്കുവിൻ. അടുത്ത് ദൈവമിതാ ന്യായാധിപനായി അണയുന്നു. സ്വീകരണത്തിനൊരുങ്ങിടുവിൻ, സൽകൃത്യങ്ങൾ ചെയ്തിടുവിൻ. പരിശുദ്ധന്മാർക്കവനേകും നിത്യാനന്ദവും ആശിസും. യേശുനാഥൻ ചൊല്ലുന്നു, ഞാനല്ലോ പുനരുത്ഥാനം, ഞാൻ തന്നെ നിത്യായുസ്സും. എന്നിൽ ദൃഢമാവിശ്വാസം ചേർപ്പോനിവിടെ മരിച്ചാലും നൽകും ഞാനവനുത്ഥാനം. ദൈവമേ, ആരു നിനക്കു തുല്യനാകും? എതിരേൽപ്പിനായി വന്നവരാം കന്യകമാരോടവന്നവരെ ഉപമിച്ചതു നാം അറിയുന്നു. മണവാളൻ തൻ വിളി കേൾക്കെ നിദ്രയുണർന്ന കന്യകമാർ വേഗമെടുത്തു വിളക്കുകളും. രാജമന്ദിരത്തിൽ അവർ പ്രവേശിക്കും. മതിശാലിനികൾ കന്യകമാർ എണ്ണ വിളന്ന വിളക്കുകളിൽ തിരികെ കൊളുത്തിയൊരുക്കുന്നു. മണവാളനതാ സ്വർഗ്ഗത്തിൻ വാതിൽ തുറന്നകമണയുന്നു. കന്യകളാൽ പരിസേവിതനായി ദുഷ്ടർക്ക് അവരുടെ പ്രതിഫലം നൽകുന്നു. മതിയേറ്റവരാം കന്യകമാർ എണ്ണ വിളക്കിലെടുത്തില്ല, തിരികൊളുത്തിയൊരുങ്ങില്ല. വാതിലടച്ച
മണവാളൻ നിഷ്കാസിതരായവരെല്ലാം നൈരാശ്യമോടെ കരയുന്നു. നീതിമാനായ നിന്റെ വിധി നിഷ്പക്ഷമാകുന്നു. അധ്വാനത്തിനനുഗുണമായി പ്രതിഫലമേശൻ നൽകുന്നു. നല്ലവനേകം നാഗസുഖം ദുഷ്ടന്മാർക്കോ നരകം. നരകത്തിൻ തീരണയില്ല, നരകത്തിൻ തീകെടുകില്ല. നീ അവർക്ക് വേണ്ടി സജ്ജമാക്കിയ സ്ഥലത്ത് വിശ്രാന്തിക്കായി ഉന്നതമാം പരദീസായിൽ ചേർന്നൊടുവിൽ പരിശുദ്ധന്മാർക്ക് വയ്ക്കും. അവിടെ അവർക്കില്ലധ്വാനം പീഡയുമാതിയുമില്ലവിടം. സൗഭാഗ്യത്തിൻ ഭുവനമാം എത്ര വിശിഷ്ടവും മനോഹരവുമാകുന്നു പരിശുദ്ധന്മാർക്കൊള്ളം കവറിടമെത്ര മനോഹരമാം. അവരുടെ മരണം ധന്യവുമാം. തുലനം ചെയ്യിൽ മന്നവതൻ പൊങ്ങി വിളങ്ങും കൊട്ടാരം. തിമിഴം തിങ്ങും പാഴ്ക്കുടിലാം. കർത്താവേ, നീ നല്ലവനാകുന്നു. കരുണാനിധിയാം കർത്താവേ, പാപം നോക്കി വിധിക്കരുതേ. നീ അവ തൂക്കിയളന്നീടിൽ മാമലമരേക്കാളേറ്റം ഘനമുള്ളവയായി കാണുന്നു. ഓർക്കരുതോർക്കരുതവിനെന്നും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ, നിന്നുടെ യാഗമദിവസത്തിൽ പുനരുത്ഥാനം നൽകണമേ. പരിശുദ്ധന്മാരൊത്തുവലം ഭാഗത്തന്നെ നിറുത്തണമേ. ശരണം മർത്യനു നീയല്ലോ. ആദിമുതൽ എന്നേക്കുവാമേൻ. കൃപയോലും നിൻ വലതുകരം നീട്ടിയ അനുഗ്രഹമേകണമേ. സഭയെ കാത്തു ഭരിക്കണമേ. മരണത്തിൻ വായ് പൂട്ടരുതേ. ശാന്തി ജഗത്തിൽ വിതയ്ക്കണമേ. കരുണാനിധിയാം കർത്താവേ. നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ ദൈവമേ, എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു. എൻ്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു. ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി തന്നെ. എപ്പോഴാണ് എനിക്ക് ദൈവസന്നിധിയിലെത്തി അവിടുത്തെ കാണാൻ കഴിയുക? രാപ്പകൽ കണ്ണീറിൻ്റെ ഭക്ഷണമായി. എവിടെ നിന്റെ ദൈവമെന്നേ ഓരോരുത്തർ നിരന്തരം എന്നോട് ചോദിച്ചു. ജനക്കൂട്ടത്തോടൊപ്പം ഞാൻ പോയി. ദേവാലയത്തിലേക്ക് ഞാൻ അവരെ ഘോഷയാത്രയായി നയിച്ചു. ആഹ്ലാദാരവും കൃതജ്ഞതാ ഗീതങ്ങളും ഉയർന്നു. ജനം ആർത്തുല്ലസിച്ചു. ഹൃദയം പൊട്ടിക്കരയുമ്പോൾ ഞാനിതെല്ലാം ഓർക്കുന്നു. എൻ്റെ ആത്മാവേ, നീ എന്തിനു വിഷാദിക്കുന്നു? നീ എന്തിനെ നെടുവേർപ്പെടുന്നു? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. എൻ്റെ സഹായവും ദൈവവുമായി അവിടുത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തും. എൻ്റെ ആത്മാവ് വിഷാദം പൂണ്ടിരിക്കുന്നു. ചോദിക്കുന്നു, മാരകമായ മുറിവ് പോലെ ആ നിന്ദനം ഞാൻ ഏൽക്കുന്നു. എൻ്റെ ആത്മാവേ, നീ എന്തിനു വിഷാദിക്കുന്നു? നീ എന്തിനു നെടുവേർപ്പെടുന്നു? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. എൻ്റെ സഹായവും ദൈവവുമായി അവിടുത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തും. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ?
സ്നേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാൺമതുള്ളൂ. സ്നേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാൺമതുള്ളൂ. ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം. ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം. സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യ, സമ്പാദ്യമോഹത്തിൽ വീഴരുതേ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനയുടെ പ്രതീക്ഷ നിന്റെ ദാസനെ വിശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവുമത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, എന്റെ കർത്താവേ ഞാൻ പ്രകീർത്തിക്കും മഹിമയോടന്തിമ വിധി നാളിൽ. കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ, നല്ല വരുത്തു വലം ഭാഗേ. ആകാശവും ഭൂമി നിന്റേതാകുന്നു, ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവന ഭയം നീ നൽകണമേ മൃതനായുസ്സും. അവരാനന്ദ കീർത്തനങ്ങൾ പാടും, മൃതരാം നരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലേ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാപുത്രൻ റൂഹായെ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദി മുതൽ നീക്കുവാമേൻ തെളിവായ എന്നുടെ നാഥാനിൻ തിരുവഴിയെല്ലാം കാണുന്നു. നിരവധിയാമെൻ പാപങ്ങൾ നിരയായി എണ്ണി വിധിക്കല്ലേ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവേ നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ഉന്നത നൃപനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമടുണരാൻ
വരമരുളേണം. ഉന്നത കൃപനാം മിശിഹാനാഥ, ഹൃദയരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. ഉന്നത നൃപനാം മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. അന്ത്യമേഴാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. ഉന്നത നൃപനാം മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, താവേ എന്റെ ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. താവേ നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദി മുതൽ എന്നേക്കുമാമേൻ. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ അർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആസനയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ഈ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവേ മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയുടെ കൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കാരുണ്യവാനും മനുഷ്യവംശത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മരണം വഴി ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ദാസന്റെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങൾ നീ മഹത്വത്തോടുകൂടി ആഗതനാകുമ്പോൾ കണ്ണു കണ്ടിട്ടില്ലാത്തതും കാതു കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെ നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധന്മാരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടിപ്പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കരകൾ കഴുകി വിശുദ്ധീകരിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പ്രിയപ്പെട്ട നമ്മുടെ ഈ പാപ്പച്ചായൻ്റെ വേർപാടിൽ ഞാൻ അനുശോചനം അറിയിക്കുകയും ഈ പാപ്പച്ചായനെ സംബന്ധിച്ചിടത്തോളം 1962 പാപ്പച്ചായൻ ഇവിടെ വരുന്നത്, ഈ പേഴുംപാറയിൽ വരുന്നത്. അന്ന് മുതലേ എൻ്റെ ഫാദറുമായിട്ടൊക്കെ നല്ല ഫ്രണ്ട്ഷിപ്പ്, ഒരു കൂട്ടുകാരും ഒക്കെ ആയിരുന്നു പാപ്പച്ചനുമായിട്ട്. ഈ പാപ്പച്ചായന് പറയുവാണെങ്കിൽ എല്ലാ വ്യക്തികളോടും നല്ല ഒരുപോലെ സ്നേഹം ഉള്ള ഒരാളായിരുന്നു ഈ പാപ്പച്ചായന്. പ്രത്യേകിച്ചും ഇവിടുത്തെ ഈ പേഴുംപാറ മണ്ണിൽ, സ്വന്തം മണ്ണിൽ നല്ല ഒരു കർഷകൻ കൂടിയായിരുന്നു നമ്മുടെ പാപ്പച്ചായന്. പ്രത്യേകിച്ചും ഒരുപാട് നെൽകൃഷിയാണെങ്കിലും കപ്പയാണെങ്കിലും എല്ലാ കൃഷികളും ഈ പാപ്പച്ചായന് ഉണ്ടായിരുന്നു. പാവങ്ങൾ വന്നാൽ വാങ്ങിക്കാൻ വരുമ്പം അവർക്ക് പൈസ ഒന്നും നോക്കാതെ അവർക്ക് ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ പാപ്പച്ചായൻ്റെ ഈ വേർപാടിൽ ഒരുപാട്
സങ്കടമുണ്ട്. എങ്കിൽ പോലും ഈ പാപ്പച്ചായന് മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ കൂടെ താമസിക്കാനും കുഞ്ഞുമക്കളുടെ എല്ലാ അവരുടെ കൂടെ താമസിക്കാനും കൊച്ചുമക്കളുടെ എല്ലാ കൂടെ താമസിക്കാനുമുള്ള ഈ പാപ്പച്ചായന് 97 വയസ്സുണ്ട്. അതിനുള്ള ഭാഗ്യം നിങ്ങളുടെ മക്കൾക്കൊക്കെ ഉണ്ടായല്ലോ. ഈ പാപ്പച്ചായൻ്റെ വേർപാടിൽ ഈ കുടുംബത്തോടൊപ്പം തന്നെ ഞങ്ങളും പങ്കുചേരുന്നു. അതുപോലെ തന്നെ ഇടയ്ക്ക് ഞാനും ഹെൽത്തിലെ സിസ്റ്റർമാരും എല്ലാവരും കൂടെ വന്ന് ഒരു 4 ദിവസത്തേക്ക് മുമ്പ് വന്ന് ഈ പാപ്പച്ചായനെ വന്നിരുന്നിടത്തിൽ ഞങ്ങൾ വിളിക്കുകയും സിസ്റ്റർമാരെല്ലാം വന്നിട്ട് പരിചരിച്ചിരിക്കുകയും ഒക്കെ ചെയ്ത ഒരു പാപ്പച്ചായൻ്റെ ഈ വേർപാടിൽ ഈ കുടുംബത്തോടൊപ്പം തന്നെ ഞാൻ അനുശോചനം അറിയിക്കുകയും അതുപോലെ ഒപ്പം ഈ വാർഡിലെ മുഴുവൻ പേരുടെയും നാമത്തിൽ അനുശോചനം അറിയിച്ചുകൊള്ളുന്നു. ബഹുമാന്യനായ വൈദിക ശ്രേഷ്ഠരെ, ബഹുമാന്യരായ ബന്ധുമിത്രാദികളെ, കിഴക്കേതിൽ പാപ്പച്ചായൻ്റെ വേർപാട് നമ്മളെയൊക്കെ ദുഃഖിപ്പിക്കുന്നതാണ്. എനിക്ക് പാപ്പച്ചായനെ സംബന്ധിച്ചിടത്തോളം 45 വർഷത്തെ അടുത്ത പരിചയമുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ വേർപാട് എന്നെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തീരാനഷ്ടമാണ്. പന്നിയാറ്റിൽ നിന്നും 67 വർഷങ്ങൾക്ക് മുമ്പ് ഈ പേഴുംപാറ വന്ന് സ്ഥിരമായി താമസിക്കുകയും അന്നു മുതൽ അദ്ദേഹം സ്വന്തം സമുദായത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നതോടൊപ്പം ഇതര സമുദായ നന്നാവുന്നതിനും അവിടെ ഉന്നമനത്തിനും വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ച ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ജാതിഭേദ മതവ്യത്യാസമില്ലാതെ എല്ലാവരെയും സ്നേഹിക്കുകയും എല്ലാവരുടെയും സ്നേഹാദരവ് ആർജിക്കുന്നതിനും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും സാധിച്ചിട്ടുള്ളതാണ്. ശ്രീ പാപ്പച്ചൻ്റെ വേർപാടിന് എനിക്കുള്ള ദുഃഖം അദ്ദേഹത്തിൻ്റെ മകൻ ശ്രീ ജോയിച്ചാനെ എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തെന്നല്ല, എൻ്റെ ഒരു സഹോദരനെ പോലെ സ്നേഹിക്കുകയും ഞങ്ങളൊന്നിച്ച് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ പാപ്പച്ചാന് ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുമ്പോഴും അതുപോലെ SNDP സമുദായത്തിൻ്റെ പ്രസിഡൻ്റായിരിക്കുമ്പോഴും ഇദ്ദേഹം വളരെയധികം സഹായവും സഹകരണങ്ങളും ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാ മതസ്ഥർക്കും ദേവാലയങ്ങളുള്ളതുകൊണ്ട് ഈഴവ സമുദായത്തിന് ഒരു ദേവാലയമില്ലെന്ന് അദ്ദേഹം പറയുകയും അദ്ദേഹം ദേവാലയം പണിയുന്നതിനും അതിന് വേണ്ടുന്ന എല്ലാ ഒത്താശകളും സഹകരണവും ചെയ്ത ഒരു മഹൽ വ്യക്തിയാണ് ഇന്ന് നമ്മളെ വേർപെട്ടു പോയിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ വേർപാടിന് ഞങ്ങളുടെ സമുദായത്തിനും പ്രത്യേകിച്ച് ഈ നാടിനും ഉണ്ടായിട്ടുള്ള ആ ദുഃഖത്തിൽ അഗാധമായി ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. നമസ്കാരം. ദേഹമെങ്ങോര വസ്ത്രമൂരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെങ്ങോര കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ, മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ, ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി, പോകുന്നേ ഞാനും എൻ ഗേഹം തേടി ദൈവത്തോടു തോറങ്ങുവാൻ, എത്തുന്നേ ഞാനൻ നാഥന്റെ ചാരെ പിറ്റേന്നൊപ്പമോണർന്നിടാ.
ചിന്ന നേരത്ത് കർത്താവെന്നോടു ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ലത്തെല്ലുമേ. എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗേഹം തേടി ദൈവത്തോടു തുറങ്ങുവാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി വിട്ടേന്നു പമോണർന്നിടാ. കരയുന്നോ നിങ്ങൾ എന്തിനായി? ഞാനൻ സ്വന്ത ദേശത്തു പോകുമ്പോൾ കഴിയുന്നു യാത്ര ഇത്ര നാൾ. കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ, കഴിയുന്നു യാത്ര ഇത്ര നാൾ. കാത്ത കർത്താവിനെ ഞാൻ പ്രവർത്തിക്കും മഹിമയുടെ അന്തിമ വിധി നാളിൽ. കർത്താവെ നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ, നല്ലവരൊത്തു വലം ഭാഗേ. കർത്താവേ നിന്നെ ഞാൻ ആശ്രയിച്ചു, കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്കുത്താനും രക്ഷയും ഉയരും നൽകുന്നു. ആകാശവും ഭൂമി നിന്റേതാകുന്നു, ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. അവരാനന്ദ കീർത്തനങ്ങൾ പാടും, മൃതരാം നരരുടെ പാപങ്ങൾ മൈക്കണമേ നിൻ കൃപയാലേ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാ നിൻ സുതരേ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാ പുത്രൻ റൂഹായി മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദിമുതൽ നീക്കുവാമേ തെളിവായി എന്നോട് നാഥ നിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായി എന്നെ വിധിക്കില്ലേ. കർത്താവേ നിന്റെ കരുണകളെ അനുഗമിക്കുകയും നിന്റെ ദയാദിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമാ നിന്റെ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവേ നീ ആകാശത്തിലും ഭൂമിയിലെ സുദൃഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ഉന്നത നൃപനാമിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമടുണരാൻ വരമരുളേണം. ഉന്നത നൃപനാമിശിഹാനാഥ
മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമോടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമിങ്ങും പൊങ്ങിമുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. ഉന്നത നൃപനാം മിശികാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമോടുണരാൻ വരമരുളേണം. അന്ത്യമിടാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. ഉന്നത നൃപനാം മിശികാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമോടുണരാൻ വരമരുളേണം. അഗാധത്തിൽ നിന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, അഗാധത്തിൽ നിന്നെ ഞാൻ വിളിക്കുന്നു. കർത്താവേ, എന്റെ ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ, നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാകാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സജീവവും ജീവിതായകവുമായ ശബ്ദത്താൽ ലാസറിനെ ഉയർപ്പിച്ച കർത്താവേ, ആശുദ്ധം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതു ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടി ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ആമേൻ. കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയോടന്തിമ വിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ. ഞങ്ങൾക്കുദ്ധാനം രക്ഷയും ഉയരും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാവുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സും. അവന്റെ സന്തോഷത്തിലൊരാനന്ദിക്കും കർത്താവേ. നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാപുത്രൻ റൂഹായി മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്ഥിരനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. ഉന്നത നൃപനാം മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം.
വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ പൊങ്ങിമുഴങ്ങും പൊങ്ങിമുഴങ്ങും കാഹളനാദം പൂരിതമല്ലോ. അന്ത്യമിഴാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു. കർത്താവേ, എന്റെ ശബ്ദം കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാവുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്ന മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സജീവവും ജീതായുമായ ശബ്ദത്താൽ ആസനയേൽപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അനുദപിക്കുന്ന പാപികളെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി ഈ പനിതീരനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശദീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെ നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിന് ഞങ്ങളുടെ പാപമോചനമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രിത്വത്തിന് നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹമുണ്ടായിരിക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ
നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിൻ്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, ആർക്കു വേണ്ടിയാണെന്ന് അവനറിയുന്നില്ല. പിതാവിനും എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം മിശിഹ കർത്താവേ, അവലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചില കാലം ആനന്ദത്തോടെ വാണിടുവാൻ ദാസന് വരമിന്നരുളേണം. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസ്യനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായെന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹ കർത്താവേ, വാഴ്ത്തി പാടി നമിക്കുന്നേൻ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. എന്റെ സഹോദരൻ വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം. കർത്താവേ ആശ്രയിച്ചാൽ എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുൻപേ കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാനമാരായയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിൻ്റെ എതിരേൽപ്പിനായി
അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങൾ പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങൾ പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു, അല്ലാതെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ പ്രകടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന് പ്രകടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ വിസ്മയിക്കേണ്ട, എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. ഏറ്റവും സ്നേഹബഹുമാനപ്പെട്ട വൈദികരെ, ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, നമുക്കേവർക്കും പ്രിയപ്പെട്ടവനായിരുന്ന ഈ നാടിന്റെ തന്നെ ഒരു ചരിത്രമായിരുന്ന ബഹുമാനപ്പെട്ട പാപ്പച്ചേട്ടന്റെ മഹാസംസ്കാര ശുശ്രൂഷകളിൽ നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ വേർപാടില് വേദനിക്കുന്ന മക്കളോട്, മരുമക്കളോട്, കൊച്ചുമക്കളോട്, അവരുടെ മക്കളോടൊക്കെയുള്ള അനുശോചനവും പ്രാർത്ഥനയും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നമുക്കറിയാം, വേർപാടെന്ന് പറയുന്നത് അത് വേദനാജനകമാണ്. അത് 98 വയസ്സെന്നോ 102 വയസ്സെന്നോ അല്ലെങ്കിൽ അതിലുപരിയായ പ്രായമെന്നോ ഇല്ല. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടാകുമ്പോൾ അത് നമുക്ക് ദുഃഖം തരുന്ന ഒരു വസ്തുത തന്നെയാണ്. എന്നാൽ ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച് വേർപാടെന്ന് പറയുന്നത് അത് ഈശോയുടെ ബലിയോട് ചേർത്തുള്ള ആത്മസമർപ്പണമാണ്. അതുകൊണ്ടാണ് പറയുന്നത് വേർപാടിനെ കുറിച്ച് ഇതൊരു നിദ്രയാണ്. നിദ്ര എന്ന് പറയുന്നത് അത് ഉണരുവാനായിട്ടുള്ളതാണ്. നിത്യതയിലേക്കുള്ള യാത്രയിൽ പാപ്പച്ചൻ ചേട്ടന് ഈ ലോകത്തിലെ ഒത്തിരി ഓർമ്മകൾ നമുക്ക് നൽകിയിട്ട് കടന്നു പോകുമ്പോൾ ആ ഓർമ്മകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ സ്നേഹം, സൽപ്രവർത്തികളൊക്കെ തീർച്ചയായിട്ടും ഈ ലോകത്തിൽ അവശേഷിക്കും. പഴയ നിയമത്തില് ജോബിന്റെ പുസ്തകത്തില് ഇപ്രകാരം പറയുന്നുണ്ട്: ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെട്ടതാകട്ടെ. ഈ പേഴുമ്പാറ ഗ്രാമത്തില് പാപ്പച്ചേട്ടനെ അറിയാത്തവരായിട്ട് ആരുമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. 1960കളിലെ കുടിയേറ്റത്തില്, പന്നിയാറിൽ നിന്നുള്ള കുടിയേറ്റത്തില് ഇവിടെ എത്തി. ഒത്തിരി കഷ്ടപ്പെട്ട്, അന്ന് ഇപ്പോൾ കാണുന്ന സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത്, ആ കൂടെ ഇവിടെ കുടിയേറിയവർക്കൊക്കെ അറിയാം, ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയിൽ കിഴക്കേതിലെ കുടുംബത്തെയോ അല്ലെങ്കിൽ പേഴുമ്പാറയൊക്കെ പടുത്തുയർത്തുവാനായിട്ട് പാപ്പച്ചേട്ടൻ ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട്. 5 മക്കള്, കുഞ്ഞുഞ്ഞ, ജോയി, ഈത്തമ്മ, വത്സമ്മ, മാമച്ചൻ, അതുപോലെ മരുമക്കള്, കൊച്ചുമക്കള്, അവരുടെ മക്കള്, അതുപോലെ ബഹുമാനപ്പെട്ട വൈദികര്, പ്രത്യേകിച്ചും കൊച്ചുമകനായ സന്തോഷച്ചന്, ഇങ്ങനെയൊക്കെ ഒത്തിരി വലിയ ഒരു കുടുംബത്തിലെ ഒരു കാർന്നവരാണ് നമ്മളിൽ നിന്ന് വേർപെട്ടു പോകുന്നത്. പാപ്പച്ചേട്ടനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും 100 നാവുകളാണ്. 98 വർഷം അതെങ്ങനെയെങ്കിലും ജീവിച്ച ഈ ലോകത്തിൽ നിന്ന് കടന്നു പോവുകയല്ല ചെയ്തത്. ഒത്തിരി സംഭാവനകൾ ഈ ഗ്രാമത്തിലെ തന്റെ കുടുംബത്തിലേക്ക്, അതുപോലെ തന്നെ ഇടവ പള്ളിയുടെ വളർച്ചയിലൊക്കെ ഒത്തിരി സംഭാവനകൾ തൻ്റെതായ രീതിയിൽ നൽകിയിട്ടുള്ള വ്യക്തിത്വമാണ്.
പല പ്രാവശ്യം പേഴുമ്പാറ തിരുഹൃദയ കത്തോലിക്ക പള്ളിയുടെ കൈക്കാരനായിട്ട് നല്ല രീതിയിൽ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിത്വമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, പാപ്പച്ചേട്ടനെ കുറിച്ച് ഓർക്കുമ്പോൾ ആളുകളെയൊക്കെ സന്തോഷത്തോടുകൂടി പറയുന്ന മറ്റൊരു പേരുണ്ട്, 25,000. അത് ആളുകളുടെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള ലോട്ടറിയുടെ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വലിയൊരു തുകയായിരുന്ന 25,000 രൂപ അന്ന് ലോട്ടറി അടിച്ചു എന്നുള്ളതല്ല, ആ തുക എങ്ങനെ വളരെ നന്നായിട്ട് അതൊന്നും കളയാതെ ഉപയോഗിച്ച് തൻ്റെ കുടുംബത്തെ പടുത്തുയർത്തുവാൻ അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാനൊക്കെ ആയിട്ട് അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഇപ്പോൾ പേഴുമ്പാറ പള്ളിയിലിരിക്കുന്ന പൊന്നും കുരിശ് പാപ്പൻചേട്ടന് സമ്മാനിച്ചതാണ്. അങ്ങനെ ധാരാളം നല്ല പ്രവർത്തികൾ ഞാൻ ഓർക്കുന്നു. ഞാനിവിടെ ഈ ഷോപ്പിംഗ് കോംപ്ലക്സിനോടനുബന്ധിച്ച് നമ്മുടെ കുരിശുപള്ളി പണിതപ്പോൾ ഞാൻ ഇടയ്ക്ക് കുർബാന കൊടുക്കുവാനൊക്കെ ആയിട്ട് പാപ്പൻചേട്ടൻ്റെ അടുത്ത് വരുമ്പോൾ ഇങ്ങനെ സംസാരിച്ചു. പാപ്പൻചേട്ടൻ എങ്ങനെയാ ഒരു രൂപം കൊടുക്കുന്നു എന്നൊക്കെ ചോദിച്ചു. ആലോചിക്കാച്ചാന്നൊക്കെ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ആളെ പറഞ്ഞു വിട്ടു, അതിന് എന്നാ തുകയാകും? ഞാൻ പറഞ്ഞൊരു 19,000 രൂപയാകും. അത് കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ ആ തുക അവിടെ എത്തിച്ച് മാതാവിൻ്റെ രൂപ എൻ്റെതായിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ്, കാരണം ഞാനിവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ആ രൂപത്തെ നോക്കി പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുമെന്നൊക്കെ പാപ്പൻചേട്ടന് എന്നോട് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ ഈ പണി എങ്ങനെയാകുമെന്നൊക്കെ ഇല്ലാതിരുന്നപ്പോൾ ഞാൻ വീണ്ടും ഒരിക്കലും വന്നപ്പോൾ പറഞ്ഞു, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണ്, കുരിശുപള്ളി പെട്ടെന്ന് തീർക്കണമെന്നൊക്കെയുണ്ട്. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും പാപ്പൻചേട്ടന് എൻ്റെ മക്കളുടേതായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും ഒരു 50,000 രൂപ കുരിശുപള്ളിയുടെ പണിക്ക് തരികയുണ്ടായി. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. അതുപോലെ അവിടെ പള്ളിയമറ്റത്തിരിക്കുന്ന കൂളർ അത് മേടിക്കുവാനായിട്ട് നല്ലൊരു തുക പാപ്പൻചേട്ടൻ്റെ വക സംഭാവനയായിട്ട് തന്നിട്ടുണ്ട്. ഞാൻ പറയുന്ന നല്ലൊരു മാതൃകയുള്ള ഒരു അപ്പച്ചനാണ് നമ്മിൽ നിന്ന് കടന്നു പോകുന്നത്. കാരണം വേണമെങ്കിൽ ആ പൈസയൊക്കെ തൻ്റെ കാര്യത്തിന് വേണ്ടിയൊക്കെ ഉപയോഗിച്ച് വളരെ ലളിതമായ ജീവിതം നയിച്ച ഒരു വ്യക്തിത്വമാണ്. പൈസയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും നശിപ്പിക്കാതെ അവസാന കാലം വരെ വളരെ ലളിതമായിട്ട് മക്കളും അല്ലെങ്കിൽ മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ ഇവിടെ വന്ന് സഹായിക്കുമ്പോഴൊക്കെ ആണെങ്കിലും അത് വളരെ സ്നേഹത്തോടുകൂടി അതെല്ലാം ഉൾക്കൊണ്ട് ആ കുടുംബത്തിന്റെ ഒരു നാഥനായിട്ട് തന്നെ, ശരിക്കുമുള്ള ഒരു കുടുംബനാഥനായിട്ട് പാപ്പൻചേട്ടൻ ജീവിക്കുകയായിരുന്നു. അതുപോലെ ഈ നാട്ടുകാർക്കും ഒക്കെ വളരെ പ്രിയപ്പെട്ടവനായിട്ട് പാപ്പൻചേട്ടനെ കുറിച്ച് അങ്ങനെ ഒരു മോശമായിട്ട് ആർക്കും പറയുവാനായിട്ടില്ല. ഒത്തിരി നന്മ ചെയ്ത വലിയൊരു വ്യക്തിത്വമാണ്. കഠിനമായിട്ട് അധ്വാനിച്ച് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുന്നു. നമുക്ക് സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി നമുക്ക് പാപ്പൻചേട്ടനെ യാത്രയാക്കാം. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ കുടുംബത്തെ ഒന്നിച്ച് നിർത്തിയിരുന്ന വലിയൊരു കണ്ണിയാണ് കടന്നു പോകുന്നത്. പാപ്പൻചേട്ടനോടുള്ള നമ്മുടെ സ്നേഹം കിഴക്കേതിൽ കുടുംബത്തിന് കാണിക്കുവാനായിട്ടുള്ള ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ നല്ല ഓർമ്മകളിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നല്ല മാതൃകകൾ അനുകരിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ മക്കള്, കൊച്ചുമക്കൾ, അവരുടെ മക്കളൊക്കെ ഒന്നിച്ച് എങ്ങനെയാണോ പാപ്പൻചേട്ടൻ ഉണ്ടായിരുന്നപ്പോൾ അവരെ ഒന്നിപ്പിച്ച് നിർത്തിയത്, ആ ഒരു ഒരുമയിൽ ഇവർക്ക് ജീവിക്കുവാനായിട്ട് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തോടുള്ള നല്ല ആ സ്നേഹം നമുക്ക് പ്രകടമാക്കുവാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിന്റെ നല്ല ഓർമ്മകൾ എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ആഗ്രഹിക്കുകയുമാണ്. നമുക്ക് പറയാറുണ്ട്, ഓർമ്മകൾക്ക് മരണമില്ല എന്ന് പറയാറുണ്ട്. ആ നല്ല ഓർമ്മകൾ നമുക്ക് നിലനിർത്തുവാനായിട്ട്, അതുപോലെ മക്കാബാരുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ സുഹൃത പുഷ്പങ്ങളായിട്ട് മാറുമെന്ന്. തീർച്ചയായിട്ടും നിത്യതയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന പാപ്പൻചേട്ടന് നമ്മുടെ പ്രാർത്ഥനകളിലൂടെയും നമുക്ക് സഹായിക്കാം. അതുപോലെ തന്നെ ജീവിതകാലത്ത് എന്തെങ്കിലുമൊക്കെ തെറ്റുകളോ കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മാധ്യസ്ഥ പ്രാർത്ഥനകൾ നമുക്ക് നടത്താം. ഒരിക്കൽ കൂടി ഇവിടെ കൂടിയിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരുടെയും ബഹുമാനപ്പെട്ട വികാരിച്ചന്റെയും നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഈ അദ്ദേഹത്തിന്റെ വേർപാടിൽ വേദനിക്കുന്ന മക്കളോടും അതുപോലെ തന്നെ കൊച്ചുമക്കളോടും മരുമക്കളോടും അവരുടെ മക്കളോടും ഒക്കെയുള്ള കുടുംബത്തോടുള്ള അനുശോചനവും പ്രാർത്ഥനയും ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവപുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശ് തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് മൂന്നാം നാൾ ഇറങ്ങി മനുഷ്യരിൽ നിന്ന് മൂന്നാം നാൾ എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു.
അവിടെ ജീവിക്കുന്നവരെ വിധിക്കാൻ അവിടുന്ന് വീണ്ടും വരാനിരിക്കുന്നു. നിതാവിനിപ്പത്തും പുറപ്പെടുന്ന സത്യാത്മാവും ജീതാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈകവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകമാമതീസായും ശരീരത്തിൻ്റെ ഉയർപ്പും ഇതുമായി കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ജാതിക്കൽ ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയും ചെയ്യുമാറാകട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുദീർഘനാവുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാവുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. പരിമിതമാമീ ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ. പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ. നെറുകയിലൊടുവിൽ മുത്തുമ്പോൾ കരയരുതേ, നീ പിടയരുതേ. മൃതിതൻ പടികൾ കയറുമ്പോൾ തുണതരണേ നിൻ പ്രാർത്ഥനയാ. സ്മൃതികളിലെന്നെ ചേർക്കേണേ ഒരു പിടി മണ്ണിൽ പൊതിയുമ്പോൾ. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. പരിമിതമാമീ ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ. പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. സ്നേഹം തന്നോരൻ പ്രിയരെ ദേഹം വെടിയും നേരത്ത് മിശിഹാ തന്നുടെ നാമത്തിൽ നന്ദി പറഞ്ഞു മടങ്ങട്ടെ. നന്ദി പറഞ്ഞു മടങ്ങട്ടെ. നന്ദി പറഞ്ഞു മടങ്ങട്ടെ. കർത്താവേ, നിന്റെ ദാസന്റെ ആത്മാവിനെ നിധിമാന്മാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ.
ഞങ്ങൾക്ക് നിത്യാശ്വാസം. ചെയ്യണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദിസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിന് നിന്റെ ദിവ്യപുത്രൻ്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ പൗത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സോപ്പാ കൊണ്ടെന്നെ തളിക്കണമേ, ഞാൻ നിർമ്മലനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഇയാളെ ആശ്വസിപ്പിക്കണമേ. അതിലെന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഈ കബറിടം പൗത്രീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കുരിശ് വഴിയായി നമ്മെ രക്ഷിച്ച പുത്രന് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമള ധൂപം പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. സോപ്പാ കൊണ്ട് നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. അവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഇയാളെ ആശ്വസിപ്പിക്കണമേ. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങും എന്ന് അരുളി ചെയ്ത സകലത്തിൻ്റെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിൻ്റെ മഹത്വത്തോടുകൂടെ അവസാന ദിവസം തൻ്റെ വലതുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കൂദാശകൾ അത്യുന്നതനായ ദൈവത്തിൻ്റെ ന്യായാസനത്തെങ്കിൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. അടുത്ത ഗാനത്തിൻ്റെ സമയത്ത് ചുംബിക്കേണ്ടവരെ ചുംബിച്ച് മാറേണ്ടതാണ്. അതിന് ഒരു അല്പം വഴിയിട്ട് ചുംബിച്ചിട്ട് പോകാനുള്ള വഴിയിട്ട് രണ്ട് നിരയായിട്ട് പോകാൻ സൗകര്യത്തിൽ നിൽക്കേണ്ടതാണ്. വിടവാങ്ങും നശ്വരമുലകിൽ വിടുതിയെനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. ശാശ്വത ഭാഗ്യം നരനരുളീട കഴിവില്ലാത്തോരൻ പാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ. അന്തിമയാത്ര സഹജന്മാരെ സ്നേഹിതഗണമേ യാത്രയിതാ ഞാൻ ചോദിക്കുന്നു. നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എൻ പ്രിയനാടും നഗരവുമതിലെൻ ഭവനവുമെല്ലാം വെടിയുന്നു ഞാൻ. സോദരഗണമേ വത്സലസുതരേ കാണില്ല നാം
ഭൂമിയിലിനിമേ സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിടുന്നു. അല്പനേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. രാവിലെ ഞാനുണരുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം. എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നലെക്കാളടുപ്പം. എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നലെക്കാളടുപ്പം. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴുമെൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. അപ്പോഴുമെൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. തേടുവാൻ ജഡത്തിൻ സുഖം ഇപ്പോഴല്ല സമയം. സ്വന്ത നാട്ടിൽ ദൈവമുഖം കാണുകയത്രേ വാഞ്ചിതം. സ്വന്ത നാട്ടിൽ ദൈവമുഖം കാണുകയത്രേ വാഞ്ചിതം. ഭാരങ്ങൾ കൂടുന്നതിന് ഒന്നും വേണ്ട യാത്രയിൽ. അല്പമപ്പം
സ്വൽപ്പവെള്ളം ദാഹിക്കിൽ. അല്പമപ്പം വിശപ്പിനും സ്വൽപ്പവെള്ളം ദാഹിക്കിൽ. സ്ഥലം മഹാവിശേഷം ഫലമെത്ര മധുരം. വേണ്ട വേണ്ട ഭൂപ്രദേശം അല്ല എൻ്റെ പാർപ്പിടം. വേണ്ട വേണ്ട ഭൂപ്രദേശം അല്ല എൻ്റെ പാർപ്പിടം. നിത്യമായോർവാസസ്ഥലം എനിക്കുണ്ട് സ്വർഗത്തിൽ. ജീവവൃക്ഷത്തിൻ്റെ ഫലം ദൈവപറുദീസായിൽ. ജീവവൃക്ഷത്തിൻ്റെ ഫലം ദൈവപറുദീസായിൽ. എന്നെ തീരേൽപ്പാനായി ദൈവദൂതർ വരുന്നു. വീണ്ടും പോലെ യാത്രയ്ക്കായി പുതുശക്തി തരുന്നു. വീണ്ടും പോലെ യാത്രയ്ക്കായി പുതുശക്തി തരുന്നു. ശുദ്ധന്മാർക്കു വെളിച്ചത്തിൽ ഉള്ള അവകാശത്തിൽ പങ്കു തന്ന ദൈവത്തിനു സ്തോത്രം സ്തോത്രം പാടും ഞാൻ. പങ്കു തന്ന ദൈവത്തിനു സ്തോത്രം സ്തോത്രം പാടും ഞാൻ. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിടുന്നു.